ശാലു, നീ ഇവിടെ? ഇതെന്റെ ഗ്രൗണ്ടാണ്. ഗോപിയേട്ടൻ ഇപ്പോൾ ഇവിടെ? ഞാനിപ്പോൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ SI ആണ്. ആട്ടെ, ആ ഗ്രൗണ്ടിലെ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന വിക്കറ്റ്? അതെന്റെ വിക്കറ്റ്. എൻ്റെ പിച്ചിൽ 10 മാസം ബൗൺസ് ചെയ്ത് ഞാൻ ക്ലീൻ ബൗൾ ചെയ്ത പ്രസവിച്ച എൻ്റെ സ്വന്തം വിക്കറ്റ്. പക്ഷേ ഞാൻ നിനക്ക് നേരെ എറിഞ്ഞ എല്ലാ ഓവറുകളും മെയ്ഡനായിരുന്നു. പിന്നെ ഈ വിക്കറ്റ്? അതൊരു നീണ്ട ഇന്നിങ്സ് ആണ് ചേട്ടാ, നീണ്ട ഇന്നിങ്സ്. ഞാനത് ഓവറായി ബൗൺസ് ചെയ്യാം. നയൻ മോങ്കിയാ ശാലു, നയൻ മോങ്കിയാ. എടി മോങ്ങരുതെന്ന് ഇനി പറ. സൂര്യനെല്ലിയും ഇടുക്കിയും വിതുരയും തോപ്പുംപടിയും തുടങ്ങിയ ഗ്രൗണ്ടുകൾ പോലും കാണാത്ത, നാണം മാറാത്ത ഒരു നാടൻ പെണ്ണായിരുന്നു ഞാൻ. ഏതോ ടൂർണമെൻറ്റിൽ വെച്ച് ഗോപിയേട്ടൻ്റെ ബാറ്റിങ്ങും റണ്ണിങ്ങും കണ്ടും മയങ്ങി ഈ ബാറ്റ്സ്മാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഓപ്പണറായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആശിച്ച കാലം. പക്ഷേ അതിനെത്രയോ മുൻപേ നിന്നെ ഞാൻ എൻ്റെ ക്രീസിൽ സ്റ്റംപ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരിക്കൽ പവലിയിൽ വെച്ച് പരസ്പരം ഹൃദയങ്ങൾ ബൗൺസ് ചെയ്ത് നമ്മൾ ഒരു ടീമായി മാറി. ഒരുപാട് ഓവറുകൾ എറിഞ്ഞ് ഒത്തിരി ടൂർണമെൻറ്റുകൾ ജയിച്ച് ഇനി ഒരിക്കലും വേർപിരിയില്ല എന്ന് തീരുമാനിച്ചിട്ട് അവസാനം ഒരു ബൈ പോലും പറയാതെ എൻ്റെ ക്രീസിൻ്റെ ബൗണ്ടറി വിട്ടില്ലേ. ദുഷ്ടനാണ് നിങ്ങൾ, ദുഷ്ടൻ. അതെ ശാലു, ദുഷ്ടൻ. പക്ഷേ ശാലു, ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഒരു ഓവറിൽ എറിയുന്ന ബോളെല്ലാം നോ ബോൾ ആയാൽ വീണ്ടും എറിയേണ്ടി വരും ഗോപിയേട്ട, വീണ്ടും എറിയേണ്ടി വരും. നമ്മൾ ഒരു ടീമായതും ക്രീസുകൾ തമ്മിൽ പരസ്പരം ബൗൺസ് ചെയ്തതും എല്ലാം ഗ്രൗണ്ടിൽ ഫീൽഡിംഗ് ചെയ്തിരുന്ന നിന്റെ ആങ്ങളമാരും കോച്ചും അറിയുന്നുണ്ടായിരുന്നു ശാലു, അറിയുന്നുണ്ടായിരുന്നു. മഴ കാരണം കളി മാറ്റിവെച്ച ഒരു വൺ ഡേ ടൂർണമെന്റിൽ വെച്ച് അവരെന്നെ തലങ്ങും വിലങ്ങും 6ഉം 4ഉം അടിച്ചിട്ട് സച്ചിൻ ടെണ്ടുൽക്കർ തകർത്ത് കുമ്പിളെ പരുവമാക്കി ശാലു. ഈശ്വരാ, ഞാൻ എന്തപ്പിലാണ് ഈ കേൾക്കുന്നത്? ഓരോ 6ഉം 4ഉം ശരീരത്തിൽ ഏറ്റുവാങ്ങുമ്പോഴും നിന്റെ മുഖം എന്റെ ക്രീസിൽ ബൗൺസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഗോപിയേട്ടന് ഒരു സിംഗിൾ എങ്കിലും തിരിച്ചടിക്കാമായിരുന്നില്ലേ? ഇല്ല ശാലു, ഇല്ല. സച്ചിൻ ടെണ്ടുൽക്കർ തകർന്ന് കുമ്പിളെ പരുവമായി തിരിച്ചൊരു സിംഗിൾ പോയിട്ട് സ്റ്റമ്പെടുത്ത് നേരെ വയ്ക്കാൻ പോലും ത്രാണിയില്ലാതെ ഗ്രൗണ്ടിൽ തളർന്നിരുന്ന എന്നെ ഇനി വേലിൽ നിന്റെ ക്രീസിൽ സ്റ്റമ്പ് ചെയ്താൽ ക്ലീൻ ബോൾഡ് ആക്കുമെന്ന് ഭീഷണിപ്പെടുത്തി നിന്റെ ആങ്ങളമാർ. അവരെന്നെ ബൗണ്ടറി കടത്തി, ബൗണ്ടറി. അപ്പോഴും ഞാൻ ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ച് ഒരുപാട് ടൂർണമെന്റുകൾ സ്വപ്നം കണ്ടു കഴിയുകയായിരുന്നു. വന്നേനെ. പക്ഷേ ഞാൻ ശരീരത്തിൽ തലങ്ങും വിലങ്ങുമേറ്റ 6ഉം 4ഉം മൂലം സെഞ്ചുറി അടിച്ച് കിടപ്പിലായി ശാലു, കിടപ്പിലായി. കയ്യിലും കാലിലും മുഴുവൻ സെഞ്ചുറി. അങ്ങനെ ഒരിക്കൽ അറിഞ്ഞു നീ മറ്റൊരു ടീമിൽ അംഗമായി എന്ന്. ഞാൻ നിന്റെ ക്രീസിൽ നിന്നും ഔട്ടായി എന്ന്. അതൊരിക്കലും ഇല്ല ഗോപിയേട്ട, എൻ്റെ ക്രീസിൽ നിന്ന് അങ്ങ് ഒരിക്കലും ഔട്ടാകുകയില്ല. അത് ഈ ഇന്നിങ്സിൽ സാധിക്കുകയില്ല. എങ്കിൽ നീ ആ വിക്കറ്റ് എടുത്ത് എൻ്റെ കൂടെ വരൂ. ഞാനിന്നൊരു സബ് ഇൻസ്പെക്ടർ SI ആണ്. നമുക്കിനിയും ടൂർണമെന്റുകൾ ജയിക്കാം, വിക്കറ്റുകൾ സ്വന്തമാക്കാം. വരൂ. അരുത് ഗോപിയേട്ട, അരുത്. ഞാനിപ്പോൾ മറ്റൊരു ടീമിൽ അംഗമാണ്. എനിക്കൊരു ക്യാപ്റ്റനുണ്ട്, സ്വന്തമായി ഒരു വിക്കറ്റും. ശാലു,
നീ ഏത് ഗ്രൗണ്ടിൽ കളിച്ചാലും ഏത് ടീമിൽ അംഗമായാലും എൻ്റെ മനസ്സിൻ്റെ ക്രീസിൽ ആദ്യം ഓപ്പൺ ചെയ്തത് നീയാണ്, നീ മാത്രം. ദയവായി ആ പഴയ ഓർമ്മകൾ എൻ്റെ ക്രീസിലേക്ക് ത്രോ ചെയ്യരുത് ഗോപിയേട്ട, ത്രോ ചെയ്യരുത്. ഞാൻ ആ ഓർമ്മകളുടെ കീപ്പറായി ഈ ഗ്രൗണ്ടിൽ ഒതുങ്ങി കഴിഞ്ഞോളാം. ഓർമ്മകൾ ത്രോ ചെയ്താൽ വൈഡ് വിളിച്ച് ഞാൻ ക്രീസിൽ നിന്നും മാറി നിന്ന് കളയും. ശാലു, ഇപ്പോൾ എന്റെ ത്രോ നിനക്ക് വൈഡായി അല്ലേ ഗോപിയേട്ടാ? ശാലു, നിനക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ ഒരു ടീമിലായിരുന്നപ്പോൾ കിളിച്ചുണ്ടൻ ബാൾ പറിച്ചു തരാം എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ നമ്മുടെ ഗ്രൗണ്ടിന്റെ തെക്കേ ബൗണ്ടറിയിലേക്ക് വിളിച്ചു. പക്ഷേ ഗോപിയേട്ടൻ പറിച്ചു തന്ന കിളിച്ചുണ്ടൻ ബാൾ എല്ലാം സ്പിന്നായിരുന്നു. സ്പിൻ. നീ ആ കിളിച്ചുണ്ടൻ ബാളെല്ലാം പിടിച്ച് തിരിച്ച് ഫാസ്റ്റ് ബൗൾ ചെയ്തു. നീ അത് ഓർക്കുന്നുണ്ടോ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. അങ്ങനെ അവിടെ വച്ച് ആദ്യമായി നമ്മൾ പരസ്പരം ടോസ് ചെയ്തു. പക്ഷേ ഒരിക്കൽ പോലും നീ എന്നെ ബാറ്റ് ചെയ്യാൻ അനുവദിച്ചില്ല. അങ്ങനെ പിച്ചിൽ ബാറ്റും പിടിച്ച് നിൽക്കേണ്ടി വന്ന നിസ്സഹായനായ ഒരു കാമുകനായിരുന്നു ഞാൻ. കാമുകനായിരുന്നു. ഗോപിയേട്ടാ, എന്നെ ഇങ്ങനെ അപ്പീൽ ചെയ്യരുത്. എന്റെ സ്കോർ നില തെറ്റിക്കരുത്. ശാലു, എന്തൊരു നാറ്റം, പോയി പല്ല് തേക്കടി. അരികിൽ നീ വരുമ്പോൾ എന്തു രസമാണീ സന്ധ്യ. ബൗണ്ടറി ലംഘിച്ച ആളില്ലാത്ത ഗ്രൗണ്ടിലെ പിച്ചിൽ കയറി സ്റ്റമ്പ് കുത്തിയതും പോരാ, എന്നിട്ട് ടോസ് ചെയ്യാൻ നോക്കുന്നോടാ. കേറി പോടി പവിലിയനിൽ. ടൂർണമെന്റിനിടയ്ക്ക് ഗ്രൗണ്ടിലേക്ക് കുപ്പിയും ചപ്പയവറും വാരിയെറിയാൻ മാത്രം ആരാടാ നീ? ഞാൻ ഇവരുടെ കീപ്പറാ, അതായത് ഈ ടീമിന്റെ ക്യാപ്റ്റൻ, ഇവരുടെ ഭർത്താവ്. പക്ഷെ നീ? ഞാൻ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ. അത് നിന്റെ ആന്റി ഫോറം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ എന്തിന് ഈ ഗ്രൗണ്ടിൽ വന്നു? ഇവർ ഒരിക്കൽ എന്റെ ടീമിൽ അംഗമായിരുന്നു. എന്റെ കാമുകി ആ കിടക്കുന്നത് എന്റെ വിക്കറ്റാണ്. ഞാൻ ഇവരെ കൊണ്ടുപോകാൻ വന്നതാ. ഗോപിയേട്ടാ, പ്ലീസ് എന്നെ ഡക്ക് ഔട്ട് ആക്കരുത്. ദയവ് ചെയ്ത് ഇപ്പോൾ ഈ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങൾ പോകൂ. ഇല്ല, നിന്നെയും കൊണ്ട് ഞാൻ ഈ ഗ്രൗണ്ട് വിടൂ. ആ കിടക്കുന്നത് എന്റെ വിക്കറ്റാണ്. ഇവൾ എന്റെ ഭാര്യയും. അവർ ഈ ഗ്രൗണ്ട് വിട്ട് എങ്ങോട്ടും വരില്ല. ഞാൻ കൊണ്ടുപോകുവേ. കാരണം ഞാൻ ഈ സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ SI ആണ്. ഒരു ടീമിൽ 2 ക്യാപ്റ്റന്മാർ വേണ്ട. ദയവ് ചെയ്ത് പോകൂ. ക്ലീൻ ബൗണ്ടറി ആയാൽ പിന്നെ ക്രീസിൽ നിൽക്കരുത്. ആരൊക്കെ വേണമെങ്കിലും അപ്പീൽ ചെയ്തോട്ടെ, ഔട്ട് വിളിച്ചോട്ടെ, സ്റ്റമ്പുകൾ തെറിച്ചോട്ടെ. പക്ഷേ നിന്റെ ഈ മൗനം അതിനെ തകർത്ത് കളയുന്നു. ഒരു അമ്പയർക്ക് ഒരിക്കലും ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ലല്ലോ. കളി നിയന്ത്രിക്കാനല്ലേ സാധിക്കൂ. അതുകൊണ്ട് ഗോപിയേട്ടൻ പോകൂ. ഇല്ല, ഞാനിവിടുത്തെ സബ് ഇൻസ്പെക്ടർ. അതാണെങ്കിൽ ഈ കിടക്കുന്നത് എന്റെ വിക്കറ്റ് ആണെങ്കിൽ ഞാൻ നിന്നെയും കൊണ്ട്. ഇല്ല,
ഞാൻ ഇവരുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഈ കിടക്കുന്നത് എന്റെ വിക്കറ്റ് ആണെങ്കിൽ നീ കൊണ്ടുപോകില്ല. കൊണ്ടുപോകും. പോകില്ല. കൊണ്ടുപോകും. പോകില്ല. 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 പോകും. 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 ഈശ്വര, എന്റെ വേൾഡ് കപ്പ് തകർത്തല്ലോ. ഈ വിക്കറ്റിനെ ചൊല്ലിയാണ് പണ്ടേ മാച്ചെങ്കിൽ ഇത് നിങ്ങളുടെ രണ്ടുപേരുടെയും വിക്കറ്റ് അല്ല. ഈ അച്ഛൻ കൊച്ചെന്തൊക്കെയാ കേൾക്കുന്നത്? ഗാലറിയിൽ ഇരുത്തിയാൽ സിക്സ് അടിക്കുന്ന ബോൾ കൊള്ളും, ബൗണ്ടറിയിൽ ഇരുത്തിയാൽ 4 അടിക്കുന്ന ബോൾ കൊള്ളും എന്നും പറഞ്ഞ് ഗാലറിയിലും ബൗണ്ടറിയിലും വെക്കാതെ പവലിയനിൽ വെച്ചാണ് മോളെ നിന്നെ ഞാൻ വളർത്തിയത്. നീ അച്ഛനറിയാതെ ഒരുപാട് LBW ആയില്ലേ? ഞാനിതെങ്ങനെ സധിക്കും മോളെ, എങ്ങനെ സധിക്കും? ആഹാ, ആരുടെയാണ് ഈ വിക്കറ്റ്? എടി പറയടി, ആരുടെയാണ് ഈ വിക്കറ്റ് എന്ന്? ശാലു, ഞാൻ പറഞ്ഞ കമന്ററിയൊക്കെ നീ മറന്നേക്ക്. പറയൂ ശാലു, അല്ല ആരുടെ ഈ വിക്കറ്റ്? ഇല്ല, ഞാൻ പറയില്ല. ഇല്ല മോളെ, ഒരു ബൗളർ ഇല്ലാതെ ഒരിക്കലും ഒരു വിക്കറ്റ് വീടില്ല. അതുകൊണ്ട് പറഞ്ഞേ മതിയാവൂ, ആരാണ് ഈ ബൗളർ? പറയൂ മോളെ, പറയാൻ. പറയൂ ശാലു, അല്ല ആരാണ് ആ ബൗളർ? ഇല്ല, ഞാൻ പറയില്ലെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞേ മതിയാവൂ, ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ? ഒരു ടീമിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. ഒരു ഓവറിൽ എത്ര ബോൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. പക്ഷേ ഗ്യാലറിയിലിരിക്കുന്ന കാണികളെ എങ്ങനെ എണ്ണി പറയാനാവും?